ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പിലും കുറച്ച് കൂടുതൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു പിടി മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് അരച്ച് വരാം. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു ടീസ്പൂൺ മാത്രം ഓയിൽ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായിട്ട് വരണം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ സവാള ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയുടെ കളറൊന്ന് ചേഞ്ച് ആകുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് എന്താ പറയുക വാട്ടിയെടുക്കണം. ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഉള്ളി ഒന്ന് തളർന്ന് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ സവാളയൊക്കെ ഒന്ന് തളർന്ന് വന്നിട്ട് ക്ഷീണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് പോകുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. അധികം ടൈമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെയിപ്പോൾ ഇതൊന്ന് ഇതിലോട്ട് യോജിക്കുന്നത് വരെ ഒന്നിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പത്തിരി ഇടിയപ്പം ഉണ്ടാക്കുന്ന പൊടിയല്ല കേട്ടോ. ഞാനിപ്പോൾ ചേർത്തത് പത്തൽ എന്ന് പറഞ്ഞിട്ട് കിട്ടും ഈ പൊടിയാണ്. ഈ പൊടിയാകുമ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിലൊന്നും കുഴക്കാണ്ട് സാധാരണ പച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. പത്തലിന് എഴുതിയത്. നിങ്ങളുടെ കയ്യിൽ പത്തിരി പൊടിയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതിലോട്ട് ഞാനിപ്പോൾ ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഈ പൊടി വാങ്ങിച്ചാൽ. ഇതിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമെന്നേ ഉള്ളൂ. എല്ലാ ഉപ്പും ഈ പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം സാധാരണ പച്ചവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഓരോ പൊടിക്ക് വ്യത്യാസം വരും. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയാത്തത്. ഞാൻ ശ്രദ്ധിക്കേണ്ടത് പത്തിരി പൊടിയാണെങ്കിൽ നല്ല തിളക്കുന്ന വെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അതേപോലെ ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ ഇവിടെ 3 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മസാല അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോളെടുക്കാം. എത്രയാണോ മുട്ടയുള്ളത് അത്ര നമുക്ക് മാവ് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്നാക്കിയതിന് ശേഷം 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മസാല ഉണ്ടല്ലോ അത് ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഒരു കഷ്ണം മുട്ട പീസ് എടുക്കാം. എന്നിട്ട് നേരെ കമഴ്ത്തി വെച്ച് കൊടുക്കാം ഇതേ കാണുന്നത് പോലെ. എന്നിട്ട് ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാതെ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഒരു ഉന്നക്കായുടെ ഷേപ്പാക്കി കൊടുത്താൽ മതി. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഷേപ്പ് ആക്കുന്നതേ ഉള്ളൂ. മസാല ഒന്ന് പുറത്ത് വരാത്ത വിധത്തിൽ വേണം ഒന്ന് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അങ്ങനെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിയുടെ പുറകു ഭാഗം കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ, എളുപ്പമാണല്ലോ. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ സ്റ്റീം ചെയ്ത് എടുക്കുകയാണ് ഇതിനെ. ഒരു 10 മിനിറ്റ് നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്തിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ അതിലോട്ട് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഇത്രയും മതി. കയ്യിലുണ്ടെങ്കിൽ അല്പം സാത്തർ ഇതെന്നെ ചേർക്കണമെന്നില്ല. ഇതിന് പകരം ഓറിഗാനോവും കൂടി ചേർക്കാവുന്നതാണ്. അതില്ലെങ്കിൽ നമുക്കിതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം. അത്രയും മതി. ഇത് വീണ്ടും മിക്സാക്കിയിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ മുളകിൻ്റെ പച്ചക്കുത്തൊക്കെ പോകുന്നത് വരെ ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ സ്നാക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന്
നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്നിങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.